ഹായ്, ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ചെറിയൊരു ജോലി കിട്ടിയ കാര്യം. അപ്പം ഞാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്, ഒരുങ്ങിയൊക്കെ നിൽക്കുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതുന്നുണ്ട്. ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തന്നെയും പുറത്ത് പോകുമ്പോൾ എനിക്കിങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര വിഷമമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ ശ്രമിക്കാം, കഴിയുന്ന വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ നിങ്ങളൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്, ലൈക്ക് തരണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ പോയിട്ട് വരാം കേട്ടോ, ഇറങ്ങുവാണേ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തെത്തി. ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സ് എടുത്തിട്ട്, വർക്കിംഗ് ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റിയാണ് കേട്ടോ, ചുരിദാറൊന്നും ഇട്ട് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നൈറ്റിയൊക്കെ ഇട്ട് ഇന്നെന്താണ് ഉച്ചയ്ക്ക്, ഇന്ന് ചോറ്, സാമ്പാർ, തോരൻ, അതാണ് ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. വൈകുന്നേരം മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ ചിക്കൻ മജ്ബൂസായിരുന്നു ഉണ്ടാക്കിയത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അന്നേരം ഇവിടെ ഭയങ്കര ചൂട് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അവരെനിക്ക് ഫാനൊക്കെ വാങ്ങി തന്നു കേട്ടോ, കാണിച്ചു തരാം. പുതിയ ഫാൻ വാങ്ങിച്ചു തന്നു, വേണ്ട, പുതിയ ഫാൻ വാങ്ങിച്ചു തന്നു, പുതിയ മിക്സി വാങ്ങിച്ചു തന്നു. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മുടെ അടുക്കള കുഞ്ഞ് അടുക്കളയാണ്. ഈ ഷെൽഫിനുള്ളിലാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞടുക്കളയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. ചോറ്, സാമ്പാർ, തോരൻ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്തവർ സബ് ചെയ്തൊന്ന് കാണണം. പിന്നെ പഴയതുപോലെ എനിക്ക് ലൈവൊന്നും വരാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ ഇവിടെയാണുള്ളത്. പിന്നെ റൂമിലെത്തുമ്പോൾ കുറച്ച് ലേറ്റാവും. പിന്നെ വന്ന പാടെ ഭയങ്കര ക്ഷീണമാവും. പിന്നെ കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും കഴിച്ചിട്ടും കിടക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. എന്നെ ആരും മറന്നു പോകരുത്. നമ്മുടെ പഴയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ആരും എന്നെ മറക്കരുത്, പുതിയ ആൾക്കാരും. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. അപ്പോൾ ആരും മറക്കരുത് എന്നെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ലൈവിൽ വരാം. ഓക്കെ, ഉച്ചത്തെ പണി കഴിഞ്ഞു. ചോറും സാമ്പാറും തോരനാണ് ഉണ്ടാക്കിയത്. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പണിയൊക്കെ എളുപ്പമാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. കഥക് തുറന്നു പോട്ടെ, ഇങ്ങനെ എടുത്തിട്ടേ കേട്ടോ. വേണ്ട, ഇതാണ് എല്ലാം റെഡിയാക്കി. ചോറ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ. അപ്പോൾ ഉച്ചത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി വൈകുന്നേരം മക്രോണിയാണ്, ചിക്കൻ മക്രോണി. ഇതാണ് നമ്മളെ ഫുഡ് കൊണ്ടുപോകണ ഒരു മോൻ. ഹിന്ദിയാണ്, ഹിന്ദി. അവനെ എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ അവനാണ് വന്നെല്ലാം ഇതാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയാക്കാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവനാണ് ഫുഡ് കൊണ്ടുപോണ ആള്. അവനിപ്പോ ഈ കവറിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. എല്ലാം കവറിലാക്കി. ഇവിടെ സൈക്കിളുണ്ട്, ആ സൈക്കിൾ ഞാൻ കാണിച്ചുതരാം. ആ സൈക്കിളിലാണ് പോണത്. അപ്പൊ എനിക്കിനി ചിക്കൻ മക്രോണി ഉണ്ടാക്കണം. അവൻ കവറിലാക്കുന്നുണ്ട്. മൂടണ്ടേ, പാത്രം മൂടണ്ടേ, പ്ലേറ്റ് ഓക്കെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പ്ലേറ്റ് വേണ്ടെന്നാണ് അവൻ പറയുന്നത്. ബാക്കി സാധനങ്ങൾ എല്ലാം എടുത്തവൻ കൊണ്ടുപോകും. സാധാരണ അവനാണ് എല്ലാം എടുത്ത് വെക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാം പാത്രത്തിലാക്കി. ഇത്രയേ ഉള്ളൂ. 13 പേര് ആണെങ്കിലും കുറച്ചൊക്കെ ഇവർ കഴിക്കുള്ളൂ. കുറച്ച് ഫുഡൊക്കെ മതി അവർക്ക്. ഇവർ കൊണ്ടുപോകണ സൈക്കിൾ കാണിച്ചു തരാം. मैं कुछ भी बताएगा, मैं कुछ भी बोलेगा, वीडियो वीडियो कुछ भी मैं बताएगा.
हिंदी मालूम അവൻ എൻ്റെ അടുത്ത് എന്തോ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെയിലുണ്ടോ? ഭയങ്കര വെയിലാ. ആ വെയിലെന്ന് പറഞ്ഞാലേ സഹിക്കാൻ പറ്റാത്ത വെയിലാ. ഈ സൈക്കിളിലാണ് കൊണ്ടുപോകണം. ഇതാണ് സൈക്കിൾ കണ്ടോ? ഈ സൈക്കിളിലാണ് ഇവൻ പോണത്. ये कंपनी का साइकिल കമ്പനി സൈക്കിള്. मैं डिलीवरी आदमी तो मैं अभी फूड लेके जाएगा. आंटी कुकिंग कर दिया. आंटी फूड बहुत अच्छा है. आंटी अच्छा कुकिंग करेगा. बाद में क्या बोलेगा आंटी? എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും അവൻ പറയുന്നത് ഫുഡ് കൊള്ളാന്നാ പറയുന്നത്. അപ്പോൾ ഉച്ചത്തെ പണി കഴിഞ്ഞു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കണം. ഞാൻ ഉച്ചയ്ക്കും അങ്ങനെ വലിയ കഴിപ്പൊന്നുമില്ല. വെള്ളം കുടിച്ച് മരിക്കും. വെയിലുണ്ടോ? ഭയങ്കര വെയിലാണ് അവിടെ.